ഭാരം കുറഞ്ഞ 10 കിലോ LPG സിലിണ്ടറുകളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ വിപണന കമ്പനികൾ. ഇതിന് കേന്ദ്ര അനുമതി ലഭിച്ചാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ഈ സിലിണ്ടറുകൾ വാണിജ്യ മേഖലയിലും ലഭ്യമാകും. നിലവിൽ ഗാർഹിക സിലിണ്ടറുകളും 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ സിലിണ്ടറുകളുമാണ് വ്യാപകമായി വിൽപ്പന നടത്തുന്നത്. LPG ആവശ്യമുള്ളതും എന്നാൽ 19 കിലോഗ്രാം ഭാരമുള്ള വലിയ വാണിജ്യ സിലിണ്ടറുകൾക്ക് സ്ഥലമില്ലാത്തതുമായ സാഹചര്യങ്ങളിൽ 10 കിലോ സിലിണ്ടറുകൾ ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. കുടിയേറ്റ തൊഴിലാളികൾ, വാടകക്കാർ, വിദ്യാർത്ഥികൾ, തെരുവ് കച്ചവടക്കാർ, ഹോട്ടലുകൾ എന്നിവർക്ക് ഈ നീക്കമേറെ പ്രയോജനകരമാകും. 19 കിലോ ഭാരമുള്ള വലിയ വാണിജ്യ സിലിണ്ടറുകൾ കൈകാര്യം ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണെന്ന പരാതി ഉയരുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു നടപടിക്ക് പൊതുമേഖല എണ്ണ വിപണന കമ്പനികൾ ഒരുങ്ങുന്നത്. 10 കിലോ LPG സിലിണ്ടറുകൾ എളുപ്പത്തിൽ ഉയർത്താനും കൊണ്ടുപോകുന്നതിനും എളുപ്പമായിരിക്കുമെന്നാണ് എണ്ണ കമ്പനികൾ അവകാശപ്പെടുന്നത്. നിലവിൽ 19 കിലോ, 5 കിലോ, 2 കിലോ LPG സിലിണ്ടറുകളാണ് വാണിജ്യ ആവശ്യങ്ങൾക്കായി വിതരണം ചെയ്യുന്നത്. 10 കിലോ സിലിണ്ടറുകൾ കൂടി വാണിജ്യ ആവശ്യങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് അനുമതി ലഭിച്ചാൽ കൂടുതൽ സൗകര്യപ്രദമാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം മധ്യേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോളതലത്തിൽ ഇന്ധനവില വർദ്ധിപ്പിക്കുകയും ഇന്ധന വിതരണ ശൃംഖലയെ ബാധിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ LPG സംബന്ധിച്ച് ഒരു സമഗ്രമായ നയം രൂപീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിരുന്നു. പൂനെ ഗ്യാസ് എന്ന കമ്പനിയാണ് രാജ്യത്തെ ആദ്യത്തെ LPG കാര്യക്ഷമത നയരൂപ രേഖ ആവശ്യപ്പെട്ട് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയത്തിന് നിവേദനം സമർപ്പിച്ചത്. ഇറാനിലെ നിലവിലെ സംഘർഷങ്ങൾ ആഗോള LPG വിപണിയിൽ വലിയ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും വാണിജ്യ സിലിണ്ടർ വില ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് നിർദ്ദേശം. ഈ വർഷം ആദ്യം ഏകദേശം 1884 രൂപയായിരുന്ന വാണിജ്യ LPG സിലിണ്ടറിന്റെ വില ഇപ്പോൾ 3100 രൂപയോളമായി ഉയർന്നു. ഈ കനത്ത വിലക്കയറ്റം ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ആശുപത്രികൾ, ഫുഡ് പ്രോസസിംഗ് യൂണിറ്റുകൾ, സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ, LPG ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന നിർമ്മാണ യൂണിറ്റുകൾ എന്നിവയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തെ LPG വിതരണം തടസ്സമില്ലാതെ നിലനിർത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിലും ഇന്ധന ഉപഭോഗത്തിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ കൂടുതൽ ശക്തമാക്കാൻ സാധിക്കൂവെന്ന് പൂനെ ഗ്യാസ് ചൂണ്ടിക്കാട്ടുന്നു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ഇന്ധനം പാഴാക്കൽ കുറയ്ക്കുക, മാനദണ്ഡങ്ങൾ ഏകീകരിക്കുക, കാര്യക്ഷമതയേറിയ LPG ഇൻഫ്രാസ്ട്രക്ചർ പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള വിപുലമായ നയ രൂപരേഖയാണ് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നത്. വ്യവസായ മേഖലകളിൽ LPG ഉപയോഗത്തിന്റെ കാര്യക്ഷമത കൂട്ടാൻ 47.5 കിലോഗ്രാമിന്റെ LOT സിലിണ്ടറുകൾ പ്രോത്സാഹിപ്പിക്കാൻ ഓയിൽ മാർക്കറ്റിംഗ് കമ്പനികൾക്ക് നിർദ്ദേശം നൽകണമെന്ന് കമ്പനി ആവശ്യപ്പെടുന്നു. വലിയ സിലിണ്ടറുകളുടെ ഉപയോഗം ഇന്ധനച്ചോർച്ച കുറയ്ക്കുമെന്നും സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. ഇതോടൊപ്പം LPG കാര്യക്ഷമമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് രാജ്യവ്യാപകമായി ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, പൊതുവായ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിനായി സർക്കാരും ഓയിൽ കമ്പനികളും വ്യവസായികളും തമ്മിൽ കൂടുതൽ സഹകരണം ഉറപ്പാക്കുക, ഉയർന്ന കാര്യക്ഷമതയുള്ള LPG സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നവർക്ക് നയപരമായ ആനുകൂല്യങ്ങൾ നൽകുക തുടങ്ങിയ ശുപാർശകളും ഈ നിർദ്ദേശത്തിലുണ്ട്. രാജ്യം ഇതുവരെ LPG മേഖലയിലെ വെല്ലുവിളികളെ വിലയിരുത്തിയിരുന്നത് ലഭ്യമാക്കുന്ന ഇന്ധനത്തിന്റെ അളവ് മാത്രം നോക്കിയാണെന്ന് ആരോപണം ഉയർന്നു. നമ്മുടെ പക്കലുള്ള ഇന്ധനം എത്രത്തോളം കാര്യക്ഷമമാണ് ഉപയോഗിക്കുന്നത് എന്ന് അളക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഓരോ കിലോഗ്രാം LPGയും കാര്യക്ഷമമായി ഉപയോഗിക്കുന്നത് പ്രവർത്തന ചെലവ് കുറയ്ക്കും. LPG കാര്യക്ഷമത ഒരു ദേശീയ മുൻഗണനയായി സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ സമഗ്ര മേഖലയെയും യുദ്ധം കാര്യമായി തന്നെ ബാധിച്ചിരിക്കുകയാണ്. ചില്ലറ വിൽപ്പന മേഖലയിൽ വൻ വിലക്കയറ്റമാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക് മന്ത്രാലയം പുറത്തിറക്കിയ കണക്കും പുറത്തുവന്നു. ജൂണിൽ 4.38% ചില്ലറ വിൽപ്പനയുടെ പണപ്പെരുപ്പം. റിസർവ് ബാങ്ക് ലക്ഷ്യമിട്ടിരുന്ന 4% താഴെ നിലനിർത്തുക എന്ന പരിധിയാണ് ഇപ്പോൾ കടന്നത്. മെയ് മാസത്തിൽ 3.93% കേരളവും വിലക്കയറ്റത്തിലാണ്. 4.34% ജൂണിലെ കണക്ക്. ഗ്രാമങ്ങളിലാണ് വിലക്കയറ്റം കൂടുതൽ. ഇതിനിടെ കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇന്ത്യക്കാരൻ കൊല്ലപ്പെട്ടതും തിരിച്ചടിയായി. ഇതുവരെ 9 ഇന്ത്യക്കാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. UAEയുടെ 2 എണ്ണ ടാങ്കറുകൾക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. 6 ഇന്ത്യക്കാരും 2 ഉക്രൈൻകാരെയും രക്ഷിച്ചു. ഇവരിൽ 4 പേരുടെ നില ഗുരുതരമാണ്. ഒമാൻ തീരത്തുണ്ടായ ടാങ്കറുകളാണ് ആക്രമിച്ചത്. 2 ദിവസം മുൻപ് SFS ഗാലക്സി എന്ന് പേരുള്ള പനാമ പതാകയുള്ള കപ്പലിന് നേരെയും ഡ്രോൺ ആക്രമണം നടന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.